എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റിയുടെ ബിൽ പേയ്മെൻറ്റ് മുൻകൂട്ടി അടയ്ക്കാൻ സാധിക്കുമോ, ബില്ല് മുൻകൂട്ടി അടയ്ക്കാൻ സാധിക്കുമോ എന്ന് കമൻറ്റിലൊക്കെ പലരും നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് മുൻകൂട്ടി പണം അടയ്ക്കുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ നോക്കുന്നത്. ഇങ്ങനെ മുൻകൂട്ടി പണം അടച്ചാൽ അട്രാക്റ്റീവ് ഇൻസെൻറ്റീവ്സ് കിട്ടും എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുമുണ്ട്. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകളൊക്കെ വാട്ടർ അതോറിറ്റി എന്നൊരു പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 30-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. സാധാരണ വാട്ടർ ബില്ല് അടയ്ക്കുന്നത് പോലെ ചെയ്യാവുന്ന വളരെ സിമ്പിളായൊരു പ്രോസസ്സാണിത്. ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതുവരെയുള്ള കുടിശ്ശിക അടച്ച് തീർത്തിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കുടിശ്ശികയെല്ലാം അടച്ചു തീർത്തതിന് ശേഷം ഒന്നുകിൽ ഇവിടെ കൺസ്യൂമർ ഐ.ഡിയും കൺസ്യൂമർ നമ്പരും കൊടുത്ത് പ്രൊസീഡ് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്ന വാട്ടർ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ മാത്രം കൊടുത്ത് പ്രൊസീഡ് കൊടുത്തും മുന്നോട്ട് പോകാവുന്നതാണ്. അങ്ങനെ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇവിടെ ഇതിന് കുടിശ്ശിക ഉള്ളതായിട്ട് കാണാം. ഈ കുടിശ്ശിക അടച്ച് തീർത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എങ്ങനെയാണ് കുടിശ്ശിക അടയ്ക്കുന്നതെന്ന് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മൾ അഡ്വാൻസ് എന്ന് കാണാം, അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് നമുക്ക് അവിടെ മന്ത് എന്നും എമൗണ്ട് എന്നും 2 ലിങ്കുകൾ കാണാം. അതിൽ മന്ത് തിരഞ്ഞെടുക്കണം. തുടർന്ന് താഴോട്ട് നമുക്ക് ഇവിടെ 24 മന്ത്സ് 24 മാസം വരെ ഉള്ളത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കാൻ സാധിക്കും. പക്ഷേ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. അത് ഞാൻ കാണിച്ചു തരാം. മന്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര മാസം വേണോ, 6 മാസമോ 12 മാസമോ എത്ര മാസം വേണോ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മാക്സിമം നമുക്ക് 24 മാസം വരെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ അരിയറൊക്കെ കുടിശ്ശിക ഉള്ളതൊക്കെ അടച്ച് തീർത്തതിന് ശേഷം ഇവിടെ മൊബൈൽ നമ്പർ മാത്രം കൊടുത്ത് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ താഴോട്ട് വരുമ്പോൾ അവിടെ വ്യൂ എന്നൊരു ലിങ്ക് ചിലപ്പോൾ കാണും. ആ വ്യൂ കാണിക്കുന്നവർക്ക് അവിടെ ആ വ്യൂവിൽ പ്രസ് ചെയ്ത് കൊടുത്തെങ്കിലേ താഴോട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് കാണാം ഇതിനകത്ത് കുടിശ്ശികയൊന്നുമില്ല. ഞാനിപ്പോൾ അടച്ച് തീർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും അവിടെ അഡ്വാൻസ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാനിവിടെ 12 മാസം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. 12 മാസത്തേക്കുള്ള അഡ്വാൻസ് പേയ്മെൻറ്റാണ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ 12 മാസം സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് കാൽക്കുലേറ്റ് എന്ന് കാണാം. ആ കാൽക്കുലേറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ് എമൗണ്ട് എത്രയാണ് അടയ്ക്കേണ്ടുന്നത് എന്നവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ 1643 രൂപയാണ് 12 മാസത്തേക്ക് അഡ്വാൻസായിട്ട് അടയ്ക്കേണ്ടുന്ന തുക. ഡിസ്കൗണ്ട് 86 രൂപ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് ഇതിനൊരു ഇൻസെൻറ്റീവും കൂടി ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് അപ്ലൈ എന്നുള്ളൊരു ലിങ്ക് കാണാം. ആ അപ്ലൈയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്യൂ നമുക്കിവിടെ ലഭിക്കും. ഇവിടെ നമുക്ക് അഡ്വാൻസ് എമൗണ്ട് നമ്മൾ 1643 രൂപയാണ് അടയ്ക്കുന്നത്. ഡിസ്കൗണ്ടും ഇൻസെൻറ്റീവും കൂടെ ചേർത്ത് 102 രൂപ വരുന്നുണ്ട്. അതായത് ഡിസ്കൗണ്ട് 86ഉം ഇൻസെൻറ്റീവ് 16ഉം. വലിയ എമൗണ്ടൊന്നുമില്ല, ചെറിയ എമൗണ്ടാണ്. എന്തെങ്കിലും 102 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് രണ്ടും കൂടി ചേർത്ത്. അങ്ങനെ നമുക്ക് 1643 രൂപ കിട്ടുന്നുണ്ട്. അടയ്ക്കണം. 1745 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് 1643 രൂപ അടച്ചാൽ മതി. അതാണ് ഇതിന് വരുന്നൊരു ഡിസ്കൗണ്ട് എന്ന് പറയാം. ഇവിടെ ഇനിയിപ്പോൾ 12 മാസത്തേക്ക് 1 വർഷത്തേക്ക് ബില്ല് അടയ്ക്കേണ്ടുന്ന കാര്യമില്ല എന്നുള്ളൊരു നേട്ടമാണുള്ളത്. ഇവിടെ നമുക്ക് ഒരു പ്രിൻ്ററിൻ്റെ സിമ്പിൾ കാണാം. അതിൽ പ്രസ് ചെയ്താൽ ഇതിൻ്റെ ഒരു PDF ഫോർമാറ്റിലുള്ള വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇവിടെ നമുക്ക് എത്രാം തീയതിക്കകമാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മന്തിന് പകരം എമൗണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ എമൗണ്ട് സെലക്ട് ചെയ്ത് 1600 രൂപ ടൈപ്പ് ചെയ്ത് താഴെ കാൽക്കുലേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ ഡിസ്കൗണ്ടിൻ്റെ സ്ഥാനത്ത് 0 ആണ് വന്നിരിക്കുന്നതെന്ന് കാണാം. അതുകൊണ്ട് എമൗണ്ട് കൊടുക്കരുത്. കൊടുക്കുമ്പോൾ നമ്മൾ മന്ത് കൊടുത്ത് എത്ര മാസം വേണോ, 24 മാസം വരെ സമയമുണ്ട് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതിലേതെങ്കിലും ഒന്ന് കൊടുത്ത് നമ്മൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം താഴോട്ട് വന്നാൽ അവിടെ സെലക്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ള ലിങ്കുണ്ട്. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയി സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യാവുന്നതാണ്. അവിടെ ഇമെയിൽ ID കൊടുക്കണമെങ്കിൽ ഇമെയിൽ ID കൊടുത്ത് വേണമെങ്കിൽ മെയിൽ ID കൊടുക്കാം. അങ്ങനെ സെലക്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പേയ്മെൻറ്റിലുള്ള ഗേറ്റ്വേ ഒരുക്കുന്ന ബാങ്കുകളുടെ ലിസ്റ്റ് വരും. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിനർത്ഥം ഈ ബാങ്കുകൾ ഉപയോഗിച്ച് മാത്രമേ പേയ്മെൻറ്റ് നടത്താൻ കഴിയൂ എന്നല്ല. ഞാനിവിടെ SBI സെലക്ട് ചെയ്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റിൽ താഴെ വന്ന് പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇവിടുന്ന് നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI ഇതിലേതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇവിടെ അഡീഷണൽ ചാർജസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ള പ്രത്യേകതയുമുണ്ട്. സാധാരണ അഡീഷണൽ ചാർജ് വരുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ പേയ്മെൻറ്റ് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. അതിന് തുടർന്ന് നമുക്ക് റെസിപ്റ്റ് ലഭിക്കുകയും ഈ റെസിപ്റ്റ് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതേസമയം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് SMS വന്നിട്ടുമുണ്ടാകും. ഇനി ഇതിനെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മറുവശം കൂടിയുണ്ട്. നമുക്കറിയാം 15,000 ലിറ്റർ വരെ പ്രതിമാസ ഉപയോഗമുള്ള BPL വിഭാഗക്കാർക്ക്
കുടിവെള്ളം സൗജന്യമാണ്. അതേസമയം APL വിഭാഗക്കാർക്ക് സൗജന്യമൊന്നുമില്ല. മിനിമം പ്രതിമാസ ഉപയോഗം 5000 ലിറ്ററാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 മാസം കൂടുമ്പോഴാണ് 2 വിഭാഗത്തിനും ബില്ല് വരുന്നത്. ഇവിടെ ഇപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ചിരിക്കുന്നതും APL വിഭാഗത്തിൻ്റെയാണ്. ഇപ്പോൾ നമ്മൾ 12 മാസത്തേക്കുള്ള ബില്ലാണ് അടച്ചിരിക്കുന്നത്. ഈ 12 മാസത്തെ അടച്ചിരിക്കുന്നത് ഇതുവരെയുള്ള ഉപയോഗം കണക്കിലാക്കി അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് ഈ 1643 രൂപ നമ്മൾ അടച്ചിരിക്കുന്നത്. അഡ്വാൻസ് അടച്ചതുകൊണ്ട് ഇതിനർത്ഥം നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം ഉപയോഗിക്കാം എന്നല്ല, മിനിമം തോതിൽ തന്നെ ആയിരിക്കണം ഇനിയും ഉപയോഗിക്കുന്നത്. ആ മിനിമം തോതിൽ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ട് വന്നതിൽ നിന്നും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ നിലവിലുള്ള എമൗണ്ടിൽ നിന്നും ക്യാഷ് കട്ട് ചെയ്ത് മാസം തോറും ബില്ല് ഇനത്തിൽ എടുക്കുകയും അങ്ങനെ കൂടുതലായി ഉപയോഗിക്കുന്ന മുറയ്ക്ക് നമ്മളുടെ 12 മാസം എന്നുള്ളത് ആ മാസത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരികയും അധികമായിട്ട് ഓരോ മാസവും എമൗണ്ട് എടുക്കുകയും ചെയ്യും. അത് ഓർത്തിരിക്കുക. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.